വേൾഡ് റാബീസ് ഡേ ഇങ്ങനെ ആചരിക്കുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ. നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ WHO എയിം എന്ന് പറഞ്ഞാൽ 2030 പേവിഷബാധ മൂലമുള്ള മനുഷ്യ മരണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ മാസവും റാബീസ് ഡെത്ത് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചു. 2 ഡെത്ത് സംഭവിച്ചു. ഇന്നലെ ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോ നമ്മുടെ കാരക്കോണ എത്തുന്നതിന് മുമ്പ് നിലമാങ്കോട് ഭാഗത്ത് ഈ ഒരു ആൾക്കൂട്ടം കണ്ട് ഞാനിങ്ങനെ വണ്ടി നിർത്തി ചോദിച്ചപ്പോണ്ട് ഒരു സ്കൂൾ യൂണിഫോം ഇട്ട ഒരു പയ്യൻ ആ റോഡിന്റെ അരികിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. അതിന് ചുറ്റും ആള് കൂടി. കാര്യം ആ പയ്യനെ ഈ സ്കൂളിലേക്ക് പോകുന്ന വഴി, സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴി പതുങ്ങി നിന്ന ഒരു പട്ടി കടിച്ചു ആ ജംഗ്ഷനിൽ വെച്ച്. ഞാൻ പറഞ്ഞു നമ്മുടെ ആനപ്പാറ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ ഇവിടെ വാക്സിൻ ഇവിടെ ലഭ്യമാകും എന്നിങ്ങനെ പറഞ്ഞാൽ. അപ്പോ സർവ്വസാധാരണമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളമുള്ള PSൽ ഓരോ ദിവസമുള്ള IDSP റിപ്പോർട്ട് വരുമ്പോ മിനിമം ഒരു പട്ടികടി ഇല്ലാത്ത ഒരു ദിവസവും ഇല്ല കേട്ടോ. അങ്ങനെയുള്ള ആളുകൾ ഇപ്പൊ അമ്പൂരിൽ നിന്നായാലും കള്ളിക്കാട് നിന്നൊക്കെ ആയാലും IDRP എടുക്കാൻ വേണ്ടി നമ്മുടെ എവിടെയാണ് വരുന്നത്. മിക്കവാറും ദിവസങ്ങളിൽ പിന്നെ ഒരു ഡോഗ് ബൈറ്റ് ഇവിടെ ഉണ്ടാകുന്നു. ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പട്ടികളുടെ എണ്ണം കൂടുന്നു. ഇവ ഇങ്ങനെ ഈ ആഹാരം അതിന് സഫിഷ്യന്റ് ആയിട്ട് കിട്ടാതാകുമ്പോഴാണോ അത് എന്ത് തന്നെ ആയിരിച്ചതിനെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതലായി ഈ നായകൾ ആക്രമണ വാസന കൂടുതലായി പ്രകടിപ്പിച്ചു വരുന്നു. അതിന്റെ ഫലമായി ഇങ്ങനെ പിന്നെ അവസാനം ഡെത്ത് വരെ സംഭവിക്കുന്ന ഒരു സ്റ്റേജിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ ഈ റാബീസ് ഡേ ഇങ്ങനെ WHO നിർദ്ദേശപ്രകാരം ആചരിക്കുന്നതിന്റെ ആത്യന്തികമായ ലക്ഷ്യം 2030 എങ്കിലും ഈ നായ കടി മുഖാന്തരമുള്ള ഈ റാബീസ് ഡെത്ത് ഒഴിവാക്കുക എന്നുള്ളതാണ്. പക്ഷെ ഈ നമ്മുടെ ഇന്ത്യയിൽ 95% റാബീസ് ഉണ്ടാക്കുന്നത് ഈ നായകടി മൂലമാണ് എങ്കിൽ പോലും മങ്കി, കുരങ്ങുകൾ, ഹോഴ്സസ്, പിഗ്, ഫോക്സ്, കുറുക്കൻ ഇവയുടെ എല്ലാം കടി മുഖാന്തരവും ഈ റാബീസ് വൈറസ് ഇവ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് ഇങ്ങനെ പകരുകയാണ്. നമ്മുടെ 2024 വേൾഡ് റാബീസ് ഡേയുടെ തീം എന്ന് പറയുന്നത് ബ്രേക്കിംഗ് റാബീസ് ബൗണ്ടറീസ്. അതായത് ഈ പിന്നെ നമ്മുടെ റാബീസ് ബാധ തടയാനുള്ള എല്ലാ മറ്റു വശങ്ങളെയും പിന്നെ നമുക്ക് സംയോജിപ്പിച്ചുകൊണ്ട് നമുക്കൊരു ഒത്തൊരുമയോടെ ഒരു പ്രവർത്തിക്കാനുള്ള ഒരു വേദി ഒരുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് എംഫസൈസ് ചെയ്യുന്നത് നീഡ് ഫോർ കൊളാബറേറ്റീവ് എഫർട്ട് ടു ഓവർകം ജിയോഗ്രഫിക്കൽ, പ്രൊഫഷണൽ ആൻഡ് കൾച്ചറൽ ബാരിയേഴ്സ് ഇൻ എ റാബീസ് എലിമിനേഷൻ പ്രോഗ്രാം. ഈ റാബീസ് എലിമിനേഷൻ പ്രോഗ്രാമിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ഘടകങ്ങളെയും നമുക്ക് മിനിമൈസ് ചെയ്തുകൊണ്ട് ഒത്തൊരുമയോടെ എല്ലാ വിവിധ വകുപ്പുകൾ, ഗ്രാമപഞ്ചായത്ത് തലത്തിലായാലും ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലായാലും വെറ്റിനറി ഡിപ്പാർട്ട്മെന്റ് തലത്തിലായാലും ആരോഗ്യ വകുപ്പിന്റെ എല്ലാ വിവിധ വിഭാഗങ്ങളുടെ ഒരു സംയുക്തമായ ഒരു എഫർട്ട് എടുത്തുകൊണ്ട് പിന്നെ നമ്മുടെ പൊതുപ്രവർത്തകരുടെയും എല്ലാ ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി നമുക്ക് ഈ 2030 കൂടിയുള്ള റാബീസ് മുഖാന്തരമുള്ള മനുഷ്യ മരണം ഒഴിവാക്കുക എന്ന് പറയുന്ന ആത്യന്തികമായ ലക്ഷ്യം കൈവരിക്കുന്നതിന് നമ്മുടെ ഈ സെമിനാർ പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട്